രുക്മിണി ഒരു കാര്യം തീർച്ചപ്പെടുത്തി, ഈ ജയിലിൽ നിന്നും മോചനം നേടണം. പക്ഷേ അതിനു മാർഗങ്ങളൊന്നും കണ്ടില്ല. പൂട്ടിയിട്ട വാതിൽ തുറന്നു കിട്ടുന്നത് എളുപ്പമല്ല. തുറന്നു കിട്ടിയാൽ തന്നെ ദാദമാരുടെ കണ്ണുവെട്ടിച്ച് പുറത്തു കടക്കാൻ കഴിയില്ല. പുറത്തെത്തിയാൽ എങ്ങോട്ടു പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ നിശ്ചയമില്ല. രുക്മിണിയുടെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ വാർഡൻ്റെ ഒരു കണ്ണ് രുക്മിണിയുടെ മേൽ സ്ഥിരമായി നിന്നു. തൊഴിലിൽ മിടുക്കിയാണ്, മുടക്കുമുതൽ നഷ്ടമല്ല. പക്ഷേ ഒതുങ്ങിക്കിടക്കുന്ന ജാതിയല്ല. കച്ചവടം പുണ്യത്തിനല്ല, ലാഭമുണ്ടാക്കാനാണ് എന്ന ഉറച്ച വിശ്വാസക്കാരനാണ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ. അയാളുടെ സ്ഥിരം ജോലി രാഷ്ട്രീയമാണ്. ഒരു തവണ മന്ത്രിയായി, 3 തവണ MLA ആയി, ഇപ്പോൾ വെറുമൊരു കോർപ്പറേഷൻ ചെയർമാനായി ഒതുങ്ങി നിൽക്കുകയാണ്. മറ്റു 2 നമ്പറുകൾ കൂടി അയാൾക്കുണ്ട്. പിന്നെ 3 ബാർ ഹോട്ടലുകളും 10,000-കണക്കിന് മാസവാടക കിട്ടുന്ന കെട്ടിടങ്ങളും. ഇതെല്ലാം വല്ലവരുടെയുമൊക്കെ പേരുകളിലാണ്. കുറുക്കൻ്റെ ബുദ്ധിയും ചെന്നായയുടെ ആർത്തിയും കരിമൂർഖൻ്റെ ക്രൂരതയും വിഷവും കൈമുതലായുള്ള ഒരു മനുഷ്യൻ. 50 കഴിഞ്ഞിട്ടേയുള്ളൂ. കുടുംബമോ ബന്ധുക്കളോ ഉള്ളതായി ആർക്കും അറിഞ്ഞുകൂടാ. ഒരു വേശ്യാലയത്തിൽ ജനിച്ചു വളർന്നതാണെന്നാണ് പറയാറ്. ഓരോ സ്ഥാപനവും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കറുപ്പു ചില്ലിട്ട കാറിൽ വലിയ ഹോട്ടലുകളിലേക്ക് കൂട്ടത്തിൽ നല്ലതിനെ കൊണ്ടുപോകുന്നത് ദാദമാരാണ്. വിദേശികളോ കുടവയറന്മാരോ അവിടെ ഇരകാത്ത് ഇരിക്കുന്നുണ്ടാവും. മദ്യക്കുപ്പികൾ ഉണ്ടാവും. ഈ ചാൻസെങ്കിലും കിട്ടാൻ പെൺകിടാങ്ങൾ തമ്മിൽ മത്സരമാണ്. ഒന്ന് പുറത്തിറങ്ങാനെങ്കിലും കഴിയും. ചിലപ്പോൾ കനത്ത പാരിതോഷികവും തരപ്പെടും. ഇതിനും പുറമെ സാധാരണ 2 രാത്രി കൊണ്ടുണ്ടാക്കാവുന്ന വരുമാനം വാർഡൻ്റെ കണക്കു പുസ്തകത്തിൽ വരികയും ചെയ്യും. വീട്ടിൽ 2-3 തരക്കാർ ഉണ്ട്. വലിഞ്ഞു കയറി അഭയം തേടി വന്നവർ. ഇവർക്ക് വലിയ മതിപ്പില്ല. എണ്ണം കൂട്ടാൻ വേണ്ടിയും കിട്ടിയതായി എന്ന നിലയ്ക്കും അവരെ പൊറുപ്പിക്കുന്നു. അവരുടെ വരുമാനം അവരുടെ തന്നെ ചെലവുകൾക്ക് തികയില്ല. ദയാവായ്പിനിരന്നും മോഷ്ടിച്ചും അവർ കഴിഞ്ഞുകൂടുന്നു. കിട്ടുന്നത് മുഴുവൻ കുടിച്ചു തീർക്കുന്നു. മറ്റുള്ളവരോട് അസൂയയും വെറുപ്പുമാണ്. തങ്ങളുടെ നല്ല ദിവസങ്ങൾ കഴിഞ്ഞുപോയെന്ന അറിവ് അവരെ അസൂയാലുക്കളാക്കുന്നു. വല്ലാത്ത ബാധ്യതയായി തീരുമ്പോൾ മേട്രൻ അവരെ ഇറക്കി അയക്കുകയാണ് പതിവ്. അഡ്വാൻസിനു മീതെ 5000 കടമായാൽ ഒഴിഞ്ഞു പോകണം. നിരക്കു കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇവർക്ക് ചെല്ലാം. പക്ഷേ അതൊരു വീഴ്ചയുടെ തുടക്കമാണ്. ഈ വീഴ്ചയ്ക്കിടയിൽ എവിടെയെങ്കിലും ഒരു മേലധികാരിയായി കിട്ടിയാൽ രക്ഷയായി. അതൊരു ആജീവനാന്തലാവണമാണ്. അല്ലറ ചില്ലറ കള്ളക്കണക്കെഴുതാം. എട്ടും പൊട്ടും തിരിയാത്തവരെ ഉൾനാടുകളിൽ നിന്നും ഉദ്യോഗത്തിനെന്നും മറ്റും പറഞ്ഞ് തട്ടിയെടുത്തു കൊണ്ടുവരുന്ന പണിയും ഒരു നല്ല വരനെ ഉപയോഗിച്ചു വിവാഹം വരെ കഴിപ്പിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന ഏർപ്പാടുമുണ്ട്. ഓരോ ദിവസവും വരുന്നത് ആരെല്ലാമായിരിക്കുമെന്നോ അവരിൽ ആരെല്ലാമായിരിക്കും തന്നെ തിരഞ്ഞെടുക്കുക എന്നോ യാതൊരറിവുമില്ലാതെയുള്ള കാത്തിരിപ്പിൽ ഒരു ചൂതുകളിയുടെ രസമുണ്ട്. നിതാന്തമായ പുതുമയും വൈവിധ്യവുമുണ്ട്. പക്ഷേ സ്ഥായിയായ വികാരം ഏകാന്തതയും അരക്ഷിതത്വവും തന്നെ. രക്ഷിതാക്കൾ വെറും കച്ചവടക്കാരാണ്. വന്നുപോകുന്ന പുരുഷന്മാർ വെറും സന്ദർശകരും. ആർക്കും ആരോടും ഒരു കടപ്പാടുമില്ല. ആരെയും സംരക്ഷിക്കാനുള്ള ചുമതലയും ആർക്കുമില്ല. അരക്ഷിതത്വം തീർത്തും ദുസ്സഹമാണ്. മദ്യപാനമോ മയക്കുമരുന്നിൻ്റെ സഹായമോ ആവശ്യമായിത്തീരുന്നു. പിന്നീട് പ്രശ്നങ്ങളില്ല. പിന്നെ ഇവരെ കാവൽക്കാർ സെക്യൂരിറ്റി റിസ്കുകളായി കാണാറില്ല.